2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ബൈബിൾ എഴുതുന്ന സമയത്ത് ഇവരൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് നീറോ സീസറിൻ്റെ അവസ്ഥ. അതായത് നീറോ സീസറിന് ക്രിസ്ത്യാനികളെ നേരിട്ട് കാണുന്നതേ ഈർഷ്യയായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകൾ സിംഹത്തിന് തിന്നാനിട്ട് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് കഥ. സോ അത്ര ഭീകരമായിട്ട് അല്ലെങ്കിൽ അത്ര ക്രൂവലായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ അന്തിക്രിസ്തുവായിട്ട് അന്നത്തെ ക്രിസ്ത്യാനികൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവരതിൽ ലിങ്ക് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഓരോ സംഖ്യകളുണ്ട്. അതായത് നമ്മളുടെ പേരുകൾ കൂട്ടി വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു സംഖ്യ, നമ്മളതിനെ ലക്കി നമ്പർ എന്നൊക്കെ വിളിക്കും. അതുപോലെ ഈ ഭാഷയിൽ, അതായത് ഗ്രീക്ക് ഭാഷയിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വാല്യൂ ഉണ്ട്. ഇപ്പോൾ A=1, B=2 എന്നൊക്കെ പറയുന്നത് പോലെ ഓരോന്നിനും ഓരോ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂ വെച്ച് കണക്കാക്കുമ്പോൾ നീറോ സീസർ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ പേരിൻ്റെ മൊത്തത്തിൽ വരുന്ന വാല്യൂ 666 ആണ്. ഇതൊരു കോൺസെപ്റ്റാണ്. പക്ഷെ അതുകൊണ്ടാണോ ഈ ഒരു സംഭവം ചെകുത്താൻ്റെ നമ്പർ ആയത് എന്നെനിക്കറിയില്ല. പക്ഷെ അതൊരു കാരണം മാത്രമാണ്. ഒരുപാട് ക്രൂരതകളും പേരിലെ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ചെകുത്താൻ്റെ നമ്പറായ 666 കിട്ടിയതും കൂടി ചേർത്തപ്പോൾ ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചു നീറോ ആണ് അന്തിക്രിസ്തു. പക്ഷെ 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്.